ചാലക്കുടി ബാങ്ക് കവർച്ചയിൽ അറസ്റ്റിലായ റിജോ ആന്റണിയെ ഫെഡറൽ ബാങ്കിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. അതേസമയം ബാങ്ക് കവർച്ചയിലെ 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. റിജോ ആന്റണി ബാങ്ക് കവർച്ച നടത്താൻ ഉപയോഗിച്ച കത്തിയും തുണിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖ മാനേജർ ബാബു പറഞ്ഞു. ഈ പൈസയുടെ കാര്യത്തില് പിന്നീട് നോക്കിയിട്ട് വളരെ സന്തോഷം. തിയോഫിൻ ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഏതായാലും തിയോഫിൻ, ഇപ്പോൾ ഈ പണം ഒപ്പം തന്നെ ഈ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയൊക്കെ കണ്ടെടുത്തിരിക്കുകയാണ്. 12 ലക്ഷം രൂപ കണ്ടെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയെ കുടുക്കിയത് അയാൾ ഉപയോഗിച്ച ഷൂസ് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതവണ ഇയാൾ വസ്ത്രമൊക്കെ മാറ്റിയെങ്കിലും ആ ഷൂസ് മാറ്റിയിരുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ഷൂസ് പോലീസ് കൃത്യമായി മനസ്സിലാക്കുകയും അതുവഴി ഇയാളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ. എന്താണ് പ്രതിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? ഒപ്പം തന്നെ പ്രതിയുടെ മൊഴി എങ്ങനെയാണ്? മനു, തീർച്ചയായും അതായത് തനിക്ക് ഇയാൾ ഭയമുള്ള ഒരാളാണ് എന്നാണ് പോലീസിന് മനസ്സിലായത്. കാരണം ഒരുപക്ഷെ ബാങ്ക് ഉദ്യോഗസ്ഥർ എതിർത്തിരുന്നില്ലെങ്കിൽ താൻ തിരിച്ചു പോകുമായിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഇതിനുള്ള നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പരിപാടിയാണിത്. പക്ഷേ അവിടെ പ്രതിക്ക് പാളിപ്പോയത് വേഷം മാറുന്നു, വാഹനത്തിന് മാറ്റം വരുത്തുന്നു. അതായത് ഈ വണ്ടിയുടെ 2 റിയർവ്യൂ മിററുകൾ ഊരി വെച്ചാണ് പ്രതി കവർച്ചയ്ക്കായി എത്തിയത്. തിരിച്ചു പോയി മറ്റൊരു സ്ഥലത്തെത്തി ദേശീയപാതയിലൂടെ എറണാകുളം ഭാഗത്തേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം ഒരിടത്ത് വെച്ച് പുറമേ ഉണ്ടായിരുന്ന ജാക്കറ്റ് മറന്നു. ഉള്ളിൽ 2 ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ജാക്കറ്റ് മാറുമ്പോൾ ആ ടീഷർട്ടിൽ ഒരു പച്ച നിറത്തിലുള്ള ടീഷർട്ടാണ് പിന്നെ ഉണ്ടായിരുന്നത്. ആ ഹെൽമറ്റ് അത് തന്നെയായിരുന്നു. ഒപ്പം ഷൂ മാറ്റാൻ സാധിച്ചിരുന്നില്ല, ആ ഷൂ അത് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനിടെ വാഹനത്തിൽ 2 റിയർവ്യൂ മിററുകൾ ഊരി വെച്ചിരുന്നത് ഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വാഹനത്തിൽ ഒറ്റനോട്ടത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ പോലീസ് നിരീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ ഡ്രസ്സിനെല്ലാം മാറ്റം വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടില്ല എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ തുടർച്ചയായി തന്നെ ഇയാളുടെ, അതായത് ഒരു വാഹനം പലയിടങ്ങളിലായി സമാന്തരമായി 30-ലധികം ഉദ്യോഗസ്ഥർ ദേശീയപാതയിലും മറ്റ് സമാന്തര റോഡുകളിലുമെല്ലാം നിരീക്ഷണം നടത്തി. എല്ലായിടത്തുമുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ആ നിശ്ചിത സമയത്തിനുള്ളിൽ കടന്നുപോയ വാഹനം, ആ ഒരു പർട്ടിക്കുലർ എൻടോർക്ക് എന്ന വാഹനം, അത് നിരീക്ഷിച്ചപ്പോഴാണ് അതിൽ കളറുകൾ മാറുന്നുണ്ടെങ്കിലും യാത്രക്കാരൻ്റെ ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിലും ഹെൽമറ്റും ഷൂസും, അത് ഹെൽമറ്റിന് അത്ര കൃത്യമായി അറിയാൻ കഴിയില്ലെങ്കിൽ കൂടി ആ ഷൂസിൻ്റെ നിറമാണ് ഏറ്റവും നിർണായകമായത്. അത് ട്രേസ് ചെയ്താണ് ഈ ദൃശ്യങ്ങളിലുള്ള പലയിടങ്ങളിലായി സഞ്ചരിച്ച വാഹനം ഇയാളുടെ തന്നെയെന്ന് തിരിച്ചറിയുകയും 2-3 തവണ ഇയാൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറിയിരുന്നു. പിന്നീട് അങ്ങനെ പല പ്രദേശങ്ങളിലെ CCTV ക്യാമറകളിൽ നിന്നാണ് ഈ പ്രതിയുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തത്. നാട്ടുകാരൻ തന്നെയാണെന്നുള്ള പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചു. ദേശീയപാതയിൽ 2 ഭാഗത്തേക്കും, എറണാകുളം ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും പരമാവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ അവിടേക്കൊന്നും പോയിട്ടില്ല. തൃശ്ശൂർ ഭാഗത്തേക്ക് തിരിച്ചുപോയ വണ്ടി ഒരു കൊടകര ഭാഗം വിട്ട് അപ്പുറത്തേക്ക്, അതായത് പേരാമ്പ്ര കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ പേരാമ്പ്രത്തേക്ക് സമീപത്ത് എവിടെയോ ഉണ്ടെന്നുള്ള ദൃശ്യമായി ഒരു സൂചനയിലേക്ക് എത്തി. തുടർന്നാണ് ഉൾപ്രദേശങ്ങളിലെ റോഡുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു. അതിൽ നിന്നും ഏകദേശം പ്രതിയുടെ അടുത്തേക്ക് പോലീസ് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിനടുത്ത് ഇവരുൾപ്പെടുന്ന ഒരു കുടുംബ യൂണിറ്റ്, ക്രിസ്ത്യൻ ഈ ഇടവകളിലെ ബന്ധുക്കളുടെ ഒരു കുടുംബ സംഗമം നടന്നിരുന്നു. ആ കുടുംബ സംഗമത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. അവിടെയും ഈ വിഷയം ചർച്ചയായിരുന്നു. മോഷണ വിഷയവുമായി ബന്ധപ്പെട്ട് ചാലക്കുടിക്കാരനായ ഒരാളാണ് മോഷ്ടാവെന്ന് ചിലർ പറഞ്ഞപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്ത വൈദികൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയൊന്നും ആയിരിക്കില്ല എന്ന് ഈ പ്രതി മറുപടി പറഞ്ഞതായും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ, ആസൂത്രിതമായ, ശാസ്ത്രീയമായ എല്ലാ വഴികളും നോക്കി നടത്തിയ ഒരു നിരീക്ഷണത്തിലാണ് പ്രതിയെ കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഇന്നലത്തെ ഈ പറഞ്ഞ കുടുംബസമ്മേളനം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ വീട് പരമാവധി നിരീക്ഷണ വലയത്തിലാക്കിക്കൊണ്ട് പോലീസ് ബന്ദോബസ്തിലായി കഴിഞ്ഞു. ഇയാൾക്ക് പുറത്തെങ്ങും പോകാൻ കഴിയാത്ത രീതിയിൽ പോലീസ് വീടിന് ചുറ്റും ഒരു വലയം തീർത്തുകൊണ്ട് അകത്തേക്ക് എത്തുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ പോലീസ് അടുത്തേക്ക് എത്തുമെന്നൊരു സൂചന ഇയാൾക്കുണ്ടായിരുന്നു. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് 2 ദിവസമായി വീട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു പ്രതി. പക്ഷേ പോലീസിന്റെ വളരെ കൃത്യമായ ഒരു നിരീക്ഷണത്തിൽ വളരെ കൃത്യമായ ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. കാരണം അധികം മറ്റ് തെളിവുകളൊന്നുമില്ലാത്തൊരിടത്ത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പരിശോധനകൾ പോയത്. ആ വഴിക്ക് നടത്തിയ അന്വേഷണം തന്നെയാണ് പ്രതിയെ കുടുക്കുകയും ചെയ്തത്.